സോ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് കൊറിയയിൽ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഞാസയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ആക്ച്വലി ഞാൻ കൊറിയയിൽ വരുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ എന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവില്ല. ഈ പറയുന്ന 3 കാര്യങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. ഒന്നാമത്തെ കാര്യം, മതിയാവോളം കൊറിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി പഠിക്കാതെ വരുന്നതാണ്. പലരും അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വരും, പക്ഷെ പലർക്കും അറിയില്ല ഇവിടെ വന്നിട്ട് മിക്കവാറും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസും കൊറിയനിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. പല യൂണിവേഴ്സിറ്റീസും സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട് ബാബ എന്നൊക്കെ പറയും, പക്ഷെ വന്നു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. നമ്പർ 2, കാരണം അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദ ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ അഡാപ്റ്റേഷൻ. അതായത് കൊറിയൻ ലാംഗ്വേജിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാതെ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. പഠിച്ച് കഴിഞ്ഞിട്ട് ജോബ് എന്നുള്ളൊരു കാര്യം വരുമ്പോഴാണ് ഇത് വലിയൊരു വില്ലനായിട്ട് വരിക. ഈവൻ ദോ നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് കൊറിയൻ സംസാരിച്ചാൽ പോലും ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് കാശ് എങ്ങനെ ചിലവാക്കണമെന്ന് പ്ലാൻ ചെയ്യും. പലരും വിചാരിക്കും കൊറിയ വന്നിട്ട് ഒരു ഏഷ്യയിലുള്ള ഒരു കൺട്രിയാണ്, സോ അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നും ആവില്ല എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കാം. കൊറിയ ആക്ച്വലി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ്. നിങ്ങൾ കോളേജിൽ പോകുന്നുണ്ട്, ഹോസ്റ്റലിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീ, അതല്ലാതെ ഫുഡ്, മെഡിക്കൽ ഇൻഷുറൻസ്, വേറെ നമ്മളുടെ കോഫിയുടെ ചിലവ്, അതൊരു വലിയൊരു ചിലവായിരിക്കും. അതല്ലാതെ ട്രാൻസ്പോർട്ടേഷൻ, ഇവിടെ ബസ് ട്രാൻസ്പോർട്ട് എല്ലാം എക്സ്പെൻസീവ് ആണ്. ഒരു ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറഞ്ഞത് നമുക്ക് ഒരുമാതിരി കുഴപ്പമില്ലാത്തൊരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് താഴെയും ഒരു 10-40,000 താഴെയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഡോർമെറ്ററിയിലല്ല താമസിക്കണത്, പുറത്തൊരു റൂം എടുത്ത് വേണം നീ താമസിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ കാശ് കൂടുകയല്ലാതെ കുറയില്ല. ചിലവ് വല്ലതായിട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണ്ടത്തരമായി പോകും. അതുപോലെ തന്നെ പാർട്ട് ടൈം കിട്ടുന്നതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം വരാൻ. ഓക്കെ.